സ്നേഹം നിറഞ്ഞവരെ, വർത്തമാന പുസ്തകം പാഠവും പൊരുളും കടൽ കടന്ന കനൽ വഴികൾ എന്ന തലക്കെട്ടിലൂടെ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 59ാമത്തെ ക്ലാസ്സാണ് നടക്കുക, 61ാമത്തെ പാഠം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. സ്നേഹിത ഈശോയെ, നാളിതുവരെ ഞങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് നയിക്കുവാനായിട്ട് നൽകിയ സ്നേഹത്തിന്, കാരുണ്യത്തിന്, സംരക്ഷണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ ക്ലാസ്സുകളെയും പരിപൂർണമായി അങ്ങയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കഴിവായിരിക്കണമേ. നിലവായ ഈശോയെ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. മറിയൂസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ, നിൻ്റെ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് ഞങ്ങളുടെ വ്യക്തിസഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപീകരണത്തിനായി പൂർവികർ ചെയ്ത എല്ലാ അധ്വാനങ്ങളും മനസ്സിലാക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, 61ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുക. പേജ് നമ്പർ 345 മുതൽ 350 വരെയാണ്. വർത്തമാന പുസ്തകത്തിലെ 61ാം പാഠം യാത്രാവിവരണ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു തിരിച്ചറിവാണ്. റോമിലെ ദൗത്യം കഴിഞ്ഞ് ലിസ്ബണിലെത്തിയ കരിയാറ്റി മെൽപ്പാനും പാറയമാക്കൽ തോമാ കത്തനാരും അവിടെ നേരിട്ട അനിശ്ചിതമായ ഒരവസ്ഥയും കയത്താനോസ് പാതിരിയുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രരായി ചിന്തിക്കാൻ തുടങ്ങിയതിനെയും ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നു. പണ്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ 5 ഭാഗങ്ങളിലായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ഭാഗം കയത്താനോസ് പാതിരിയുടെ നിയന്ത്രണവും തടസ്സങ്ങളും. ലിസ്ബണിലെത്തിയ മൽപ്പാനും സംഘവും പദ്രുവാദോ സംവിധാനത്തിന് കീഴിലായതോടെ പ്ലസൻഷ്യയിലെ കയത്തനാസ് പാതിരിയുടെ നിയന്ത്രണത്തിലായി. താൻ വഴി മാത്രമേ രാജാവിനെയോ മറ്റധികാരികളെയോ കാണാവൂ എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവരെ വിശ്വസിപ്പിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പല പല ഉപായങ്ങളും ഗുണനേഷങ്ങളും പറഞ്ഞ് ഞങ്ങളെ അടക്കി നിർത്തുകയാണ് ചെയ്തത് എന്ന് കത്തനാർ പറയുന്നത് ഇതിനാലാണ്. രണ്ടാമത്തെ ആശയം ഇതാണ്: സംക്ഷേപ വേദാർത്ഥവും പുസ്തക പെട്ടികളും. മലയാളത്തിലെ ആദ്യത്തെ അച്ചടി പുസ്തകമായ സംക്ഷേപ വേദാർത്ഥം ലിസ്ബണിൽ വെച്ച് അവർക്ക് ലഭിക്കുന്ന ചരിത്രപരമായ ഭാഗമാണത്. റോമിലെ പ്രൊപ്പഗാന്തയിൽ നിന്നും അച്ചടിച്ച് ലിസ്ബണിലേക്ക് അയച്ചിരുന്ന 3 പെട്ടികളും പിന്നീട് വന്ന 4 പെട്ടികളും ചേർന്ന് ആകെ 7 പെട്ടി പുസ്തകങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. കൂടാതെ ലിസ്ബണിലെ ഒരു പണ്ടകശാലയിൽ നിന്നും ഭാഷ തിരിച്ചറിയാത്ത നിലയിൽ കണ്ടുകിട്ടിയ ഒരു പെട്ടി പുസ്തകം കരിയാറ്റി മെൽപ്പാൻ പോയി പരിശോധിക്കുകയും അത് സംക്ഷേപ വേദാർത്ഥമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതോടെ മൊത്തം 8 പെട്ടി പുസ്തകങ്ങൾ ഇവർ കൈവശപ്പെടുത്തി. മൂന്നാമത്തെ ആശയം സ്വതന്ത്രമായ നീക്കങ്ങളുടെ തുടക്കം. കയത്താനോസ് പാതിരിയുടെ കീഴിൽ നിന്നാൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് ലിസ്ബണിലെ പാപ്പായുടെ സ്ഥാനപതി കരിയാറ്റി മെൽപ്പാനോട് രഹസ്യമായി ഉപദേശിക്കുന്നു. അയാളിൽ നിന്നും വേർപിരിയാൻ നോക്കണമെന്ന ഉപദേശം അവരുടെ കണ്ണു തുറപ്പിച്ചു. പ്രഭു കരിയാറ്റി മെൽപ്പാനോട് പരിഹാസരൂപേണ പറഞ്ഞ താൻ നല്ലവണ്ണം തടിച്ചിരിക്കുന്നു, ഇനി ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്ന വാക്ക് കാര്യങ്ങളൊന്നും നടക്കാതെ അവർ അവിടെ സുഖമായി കഴിയുകയാണെന്നുള്ള തിരിച്ചറിവ് നൽകി. നാലാമത്തെ ആശയം ബദൽ മാർഗങ്ങളെക്കുറിച്ചുള്ള ആലോചന. യൂറോപ്പിലെ ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് കത്തനാർ വ്യക്തമായൊരു പ്ലാൻ ബി മുന്നോട്ട് വയ്ക്കുന്നു. ലിസ്ബണിലെ ശ്രമം പരാജയപ്പെട്ടാൽ വല്ല വിധേനയും ധനം സ്വരൂപിച്ച് തുർക്കി വഴി ചെന്ന് കൽദായ പാത്രിയാർക്കീസിനെ കണ്ട് മെത്രാന്മാരെ കൊണ്ടുവന്ന് സഭയെ പരദേശീയ ഭരണത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് അവർ ഉറപ്പിച്ചു. ഇത് മലങ്കര സഭയുടെ സ്വയംഭരണത്തിനായുള്ള അവരുടെ തീവ്രമായ ആഗ്രഹത്തെ കാണിക്കുന്നു. അഞ്ചാമത്തെ ആശയം മലങ്കര സഭാചരിത്ര രചന പറങ്കി ഭാഷയിൽ. വിദേശികൾക്ക് മലങ്കര സഭയുടെ അവസ്ഥ തിരിച്ചറിയിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് വിവരിച്ചു കൊടുക്കാൻ കരിയാറ്റി മെൽപ്പാൻ പോർച്ചുഗീസ് ഭാഷയിൽ ഒരു സഭാചരിത്രം രചിച്ചു. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ അക്കാലം വരെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാലസ്തീനക്കാരുടെയും കർമിലിത്താക്കാരുടെയും ഭരണത്തിലെ പോരായ്മകൾ ഇതിൽ ഉൾപ്പെടുത്തി. ഈ കൃതി വിഷ്കോന്തിയുടെ വികാരിയായ മെഷ്കീത്ത പാതിരിയെ ഏൽപ്പിച്ചതോടെ കയത്താനോസ് പാതിരി അറിയാതെയുള്ള പുതിയൊരു നയതന്ത്ര നീക്കം
ആരംഭിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പോൾ ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. കയത്താനോസ് പാതിരിയുടെ കീഴിൽ മൽപ്പാനും കത്തുനാരും നേരിട്ട പ്രധാന ബുദ്ധിമുട്ട് എന്തായിരുന്നു? തൻ്റെ അനുവാദമില്ലാതെ പ്രമുഖ വ്യക്തികളെയോ വിഷ്കോന്തിയെയോ കാണാൻ അദ്ദേഹം അവരെ അനുവദിച്ചിരുന്നില്ല. തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി കാര്യങ്ങൾ തീരുമാനമാക്കാതെ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. സംക്ഷേപ വേദാർത്ഥം എന്ന ഗ്രന്ഥം എവിടെ നിന്നാണ് അച്ചടിച്ച് ലിസ്ബണിലെത്തിയത്? റോമിലെ പ്രൊപ്പഗാന്തയിൽ നിന്ന്. ലിസ്ബണിലെ പണ്ടകശാലയിൽ നിന്നും കണ്ടെത്തിയ പുസ്തകപ്പെട്ടി വിൽക്കാൻ തീരുമാനിക്കാൻ കാരണമെന്ത്? ആ പെട്ടിയിലുണ്ടായിരുന്ന പുസ്തകങ്ങളുടെ ഭാഷ ഏതാണെന്നോ അതിൻ്റെ ഉടമസ്ഥൻ ആരെന്നോ അവിടുത്തെ അധികാരികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്. പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ സഹായിച്ച ഇംഗ്ലീഷ് കച്ചവടക്കാരൻ ആര്? നിക്കളാവോസ് കൊർണേലി. കരിയാറ്റി താൻ നല്ലവണ്ണം എഴുതിയിരിക്കുന്നു എന്ന് വിഷ്കോന്തി പരിഹസിക്കാൻ കാരണമെന്ത്? വന്ന കാര്യം നടക്കാനായി സ്വന്തം നിലയിൽ പരിശ്രമിക്കാതെ കയത്താനോസ് പാതിരിയുടെ കീഴിൽ ഒന്നും ചെയ്യാതെ സമയം കളയുന്നതിനെ അതൃപ്തി പ്രകടിപ്പിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ലിസ്ബണിലെ സ്ഥാനപതി അന്തരിച്ചപ്പോൾ പകരക്കാരനായി റോമിൽ നിന്നും നിയോഗിക്കപ്പെട്ടത് ആരെയാണ്? അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന അന്തോണി ബത്തെ എന്ന പട്ടക്കാരന്. പോർച്ചുഗലിലെ ശ്രമം നടന്നില്ലെങ്കിൽ എവിടെ പോയി മെത്രാനെ കൊണ്ടുവരാനാണ് അവർ ആലോചിച്ചത്? തുർക്കികളുടെ രാജ്യമായ കൽദായ പാർത്തനഗീസ് മാർ യൗസേപ്പ് ഇരിക്കുന്ന ന്യൂ പെർക്കീം എന്ന സ്ഥലത്ത്. കരിയാറ്റി മൽപ്പാൻ തയ്യാറാക്കിയ ചരിത്രഗ്രന്ഥം ഏതു ഭാഷയിലായിരുന്നു? അത് എന്തിനെക്കുറിച്ചായിരുന്നു? പറങ്കി ഭാഷയിൽ അല്ലെങ്കിൽ പോർച്ചുഗീസ് ഭാഷയിൽ. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതലുള്ള മലങ്കര സഭയുടെ ചരിത്രത്തെയും വിദേശ മിഷണറിമാരുടെ ദുർഭരണത്തെയും കുറിച്ചായിരുന്നു അത്. സ്വന്തം നിലയിൽ കാര്യങ്ങൾ നീക്കാൻ മൽപ്പാൻ ആദ്യം സമീപിച്ച പണ്ഡിതനായ പാതിരി ആര്? യൂസെ കയത്താനോസ് മെഷ്കീത്ത. മെഷ്കീത്ത പാതിരി വഴി വിഷ്കോന്തിയെ സമീപിച്ചപ്പോൾ മൽപ്പാൻ ലഭിച്ച വിവരം എന്തായിരുന്നു? കരിയാറ്റി എന്തിനാണ് വന്നതെന്നോ എങ്ങനെയുള്ള കാര്യത്തിനാണ് വന്നതെന്നോ തനിക്കറിയില്ലെന്ന് വിഷ്കോന്തി പറഞ്ഞു. ഇത് കയത്താനോസ് പാതിരിയുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. വിദേശികൾ മലങ്കര സഭയുടെ മേൽ കാണിക്കുന്ന അധികാരത്തെ കത്തനാർ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? പരദേശികളുടെ അടിമത്തം, ധിക്കാരം എന്നിങ്ങനെയാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്.